Hello dear students, welcome back to ISKC English. Okay dear students, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ ബ്ലോക്കാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം 1, 2, 3 യൂണിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റാണ്, 1ാമത്തെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് 1ാമത്തെ യൂണിറ്റിൻ്റെ പേര്? നമുക്ക് 1ാമത്തെ യൂണിറ്റിൻ്റെ പേര് വരുന്നത് ഫണ്ടമെൻ്റൽ അപ്രോച്ച് ടു റൈറ്റിംഗ് എന്നുള്ളതാണ്. ഫണ്ടമെൻ്റൽ അപ്രോച്ച് ടു റൈറ്റിംഗ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ മൊത്തം അതിൻ്റെ കണ്ടന്റ് അതിൽ വരും കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ ബേസിക് എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ് പ്രോസസ്? അതായത് റൈറ്റിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, എഴുതുക എന്ന് പറയുന്ന പ്രക്രിയ. ഈ എഴുതുക എന്ന് പറയുന്ന പ്രക്രിയയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ, അതിൻ്റെ ബേസിക് എലമെന്റ്സ്, അതായത് എഴുതുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് എഴുത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ. ദ ആസ്പെക്ട്സ് ഓർ എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ്, ഇതാണ് ഇതിൻ്റെ ഹെഡിങ്. അതായത് റൈറ്റിങ്ങിൻ്റെ എലമെന്റ്സ് അല്ലെങ്കിൽ ആസ്പെക്ട്സ്, അതിൻ്റെ വശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. എത്ര ഘടകങ്ങളാണുള്ളത്? There are 4 basic elements of writing process. റൈറ്റിംഗ് പ്രോസസ്സിന് അടിസ്ഥാനപരമായിട്ടുള്ള 4 എലമെന്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണുള്ളത്. They are content, form, structure and style. ഇതൊക്കെയാണ് 4. അപ്പോൾ ശ്രദ്ധിക്കാം, അത് നമ്മൾ പറയുന്നത് റൈറ്റിംഗ് പ്രോസസ്സിൻ്റെ ബേസിക് എലമെന്റ്സ് ആണ്. അതായത് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുക, അതാണ് കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1ാമത്തെ എലമെന്റ് കണ്ടന്റ് ആണ്. ഫസ്റ്റ് എലമെന്റ് കണ്ടന്റ്. കണ്ടന്റ് ഇല്ലാതെ നടക്കൂലല്ലോ. ദാറ്റ് മീൻസ് ഉള്ളടക്കം, എന്തെങ്കിലും ഒന്ന് അതിനുള്ളിൽ വേണ്ടേ. ഇറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ദ റൈറ്റിംഗ് പ്രോസസ്. റൈറ്റിംഗ് പ്രോസസ്സിൻ്റെ എസെൻസ്, അടിത്തറ എന്ന് പറയുന്നത് ഈ കണ്ടന്റ് ആണ്. It is basically the experience that the writers from their life or from their surroundings through close observations. അപ്പോൾ എന്താ പറയുന്നത്? അടിസ്ഥാനപരമായിട്ട് ഈ കണ്ടന്റ് എന്ന് പറയുമ്പോൾ the experience that the writers from their life, ഒന്നുകിൽ റൈറ്റേഴ്സിന് അവരുടെ ലൈഫിൽ നിന്നും ലഭിക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കാം ഈ കണ്ടന്റ്. അതല്ലെങ്കിൽ ഫ്രം ദെയർ സറൗണ്ടിങ്സ് ത്രൂ ക്ലോസ് ഒബ്സർവേഷൻ, സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അവരുടെ ചുറ്റുപാടിൽ നിന്നും അവർക്ക് ലഭിക്കുന്നത്. അവ 2 കാര്യം പറയുന്നത്: ഒന്നുകിൽ റൈറ്റേഴ്സിന് അവരുടെ ലൈഫിൽ നിന്നും ലഭിക്കുന്ന എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്ങിൽ നിന്നും സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അവർക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ്. എന്തൊക്കെയാണെങ്കിലും ശരി, കണ്ടന്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് എക്സ്പീരിയൻസ് ആണ്. ദ റൈറ്റർ ക്യാൻ റൈറ്റ് എ സ്റ്റോറി. ഒരു റൈറ്റർക്ക് ഒരു സ്റ്റോറി എഴുതാൻ കഴിയും. വിത്ത് എ സ്പെസിഫിക് സെറ്റ് ഓഫ് എലമെന്റ്സ് ദാറ്റ് ഹാഡ് വൺസ് അക്രൂഡ് ഇൻ ദ റൈറ്റേഴ്സ് മൈൻഡ്. ഒരിക്കൽ റൈറ്ററുടെ മൈൻഡിൽ അക്രൂഡ് ചെയ്ത കേട്ടോ. അക്രൂഡ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്രൂഡ് മീൻസ് സംഭരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ റൈറ്ററുടെ മനസ്സിൽ സംഭരിക്കാം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ചില എലമെന്റ്സ്, ആ എലമെന്റ്സിനെ പിന്നീട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റർക്ക് കഥ എഴുതാം. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ കഥ എഴുതാനിരിക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് ആ സമയത്ത് വന്നതായിരിക്കണം എന്നില്ല ആ ഒരു ഐഡിയ അല്ലെങ്കിൽ സെറ്റ് ഓഫ് എലമെന്റ്സ്. അത് ഏതെങ്കിലും ഒരു സമയത്ത് റൈറ്ററുടെ മൈൻഡിൽ അക്രൂഡ് മീൻസ് സെറ്റ് ചെയ്തത്, പതിഞ്ഞതായിരിക്കണം.
ദ ഡീറ്റെയിൽസ് ഓഫ് ദ റൈറ്റിംഗ് മസ്റ്റ് അപ്രോക്സിമേറ്റ് റിയാലിറ്റി. ഒരു റൈറ്റർ എഴുതുമ്പോൾ ആ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഓഫ് ദ റൈറ്റിംഗ് എന്തായിരിക്കണം? മസ്റ്റ് അപ്രോക്സിമേറ്റ് റിയാലിറ്റി. അതിന് യാഥാർത്ഥ്യങ്ങളോട് ഒരു അടുപ്പം വേണം. അത് യാഥാർത്ഥ്യങ്ങളോട് അടുത്തതായിരിക്കണം എഴുതുന്ന കാര്യങ്ങൾ. അതർവൈസ് അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? അപ്പൊ എഴുതുമ്പോൾ അത് റിയാലിറ്റിയോട് അപ്രോക്സിമേറ്റ് ആയിരിക്കണം. നിങ്ങൾ പറ. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ദ റൈറ്റിംഗ് വിൽ ലാക്ക് ക്രെഡിബിലിറ്റി. അല്ലെങ്കിൽ ആ എഴുതിയ സാധനത്തിന് ക്രെഡിബിലിറ്റി, വിശ്വാസ്യത നഷ്ടപ്പെടും. ആൻഡ് ഓതന്റിസിറ്റി, അല്ലെങ്കിൽ ആധികാരികത നഷ്ടപ്പെടും. അപ്പോൾ മാക്സിമം എന്തിനു ശ്രമിക്കുക? റിയാലിറ്റിയോട് അപ്രോക്സിമേറ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ വായിക്കുന്ന റീഡേഴ്സിന് കുറെ ഒരു നേച്ചുറൽ ഫീലിംഗ് കിട്ടും. അതിലുള്ള സംഭവം പോലെ തോന്നും. അല്ലെങ്കിൽ ആളുകൾക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ, ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യണം? റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന തരത്തിൽ എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ ഇതാണ് കണ്ടന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ പ്രധാനമായിട്ട് ഒറ്റവാക്കിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ആണ്. രണ്ടാമത്തേത് ഫോം. ഇപ്പൊ കണ്ടന്റ് ആയി. അപ്പൊ കണ്ടന്റ് വേണം എഴുതുമ്പോൾ. ബേസിക് എലമെന്റ് ആണ് എന്ത്? കണ്ടന്റ് എന്നുള്ളത്. രണ്ടാമത്തേത് എഴുതുന്നതിനൊരു ഫോം വേണം. ഇവിടെ ഫോം കൊണ്ട് ഉദ്ദേശിച്ചത്, അതായത് ഒന്നുകിൽ റൈറ്റർക്ക് ഒരു കഥയുടെ രൂപത്തിൽ എഴുതാം, കവിതയുടെ രൂപത്തിൽ എഴുതാം, നാടകത്തിന്റെ രൂപത്തിൽ എഴുതാം, അല്ലെ? ഇതാണ് ഫോം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഫോം ഈസ് ദ നെയിം ഓഫ് ദി ടെക്സ്റ്റ് ടൈപ്പ് എ റൈറ്റർ യൂസസ് ഫോർ ദ ഡെപിക്ഷൻ ഓഫ് ഹിസ് ഓർ ഹെർ ഐഡിയാസ്. തന്റെ ഐഡിയാസ്, തന്റെ ആദർശങ്ങളെ ഡെപിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി റൈറ്റർ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ടൈപ്പിന്റെ പേര് അത് ഏത് തരത്തിലുള്ളതാണ്? കാരണം ഒരു റൈറ്റർ അയാളുടെ മനസ്സിലുള്ള ഐഡിയാസ് ഒരു ടെക്സ്റ്റിലേക്ക് പകർത്തുകയാണ്, ഒരു രൂപത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ അതിനൊരു പേരുണ്ടായിരിക്കും. എന്താണ് അതിനെ വിളിക്കുക? ആ പേരാണ് ഫോം. അപ്പൊ ചിലപ്പോൾ അത് കവിതയായിരിക്കും, ചിലപ്പോൾ അത് കഥയായിരിക്കും, ചിലപ്പോൾ അത് നാടകമായിരിക്കും. എന്താണെങ്കിൽ അതാണ് ഫോം. ഇറ്റ് ഡിറ്റർമൈൻസ്, ഇത് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് ഹൗ ഓതേഴ്സ് ചൂസ് എ പെർട്ടിക്കുലർ ലാംഗ്വേജ്, ടോണ് ആൻഡ് സ്ട്രക്ചർ ഇൻ റൈറ്റിംഗ് എ ടെക്സ്റ്റ്. ഒരു റൈറ്റർ ഒരു ടെക്സ്റ്റ് എഴുതുമ്പോൾ ആ റൈറ്റർ എങ്ങനെയാണ് അതിനൊരു സ്ട്രക്ചർ, അതുപോലെ തന്നെ ഒരു ടോണ്, അതുപോലെ അതിനൊരു ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടെ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ഓതേഴ്സ് ചൂസ് എ പെർട്ടിക്കുലർ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാമയുടെ ലാംഗ്വേജ്, അതുപോലെ തന്നെ കവിതയുടെ ലാംഗ്വേജ്, അല്ലെ? പോയറ്റിക് ലാംഗ്വേജ്, അല്ലെ? ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ എങ്ങനെയാണ് ലാംഗ്വേജ്, ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടോണ്, അതുപോലെ സ്ട്രക്ചർ, അതായത് കവിതയുടെ സ്ട്രക്ചർ, കഥയുടെ സ്ട്രക്ചർ, ഡ്രാമയുടെ സ്ട്രക്ചർ, ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ ഇങ്ങനെ ഒരു നിശ്ചിതമായിട്ടുള്ള ലാംഗ്വേജ്, ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ്, ടോണ്, സ്ട്രക്ചർ എല്ലാം ഒരു ടെക്സ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റർ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? എ റൈറ്റർ ക്യാൻ ചൂസ് എനി ഓഫ് ദീസ് ജോണേഴ്സ്. ഈ പറയപ്പെടുന്ന വിഭാഗങ്ങളിൽ ഏതൊക്കെ വിഭാഗങ്ങൾ? സ്ക്രീൻ പ്ലേസ് ഉണ്ട്, സോണറ്റ്സ് ഉണ്ട്, നോവൽസ് ഉണ്ട്, അല്ലെ? ഇതൊക്കെ എന്താണ്? ജോണർ, അതായത് സാഹിത്യ തരങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എ റൈറ്റർ ക്യാൻ ചൂസ് എനി വൺ ഓഫ് ദീസ് ജോണേഴ്സ്. ഈ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത് മാത്രമല്ല, എക്സെട്ര, അല്ലെ? ഇങ്ങനെ എസ്സേകളുണ്ട്, കഥകളുണ്ട്, ഡ്രാമ ഉണ്ട്, അല്ലെ? പോയുണ്ട്. ഇങ്ങനെ ഈ ഉള്ള വിഭാഗങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം, റൈറ്റർ ചൂസ് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്തിട്ട് വേണം ടു പോർട്രേ ഹിസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അങ്ങനെ ആ ഒരു ജോണർ, അല്ലെ, അതിൽ വേണം റൈറ്റർ തൻ്റെ ഇമോഷൻസ്, അതുപോലെ തന്നെ തൻ്റെ തോട്ട്സ്, തൻ്റെ ഫീലിങ്സ് ഒക്കെ പോർട്രേ ചെയ്യാൻ, വരച്ച് കാണിക്കാൻ. അപ്പൊ എന്തായി കഴിഞ്ഞാലും അതിന് അൾട്ടിമേറ്റ് ആയിട്ട് അത് ഏതെങ്കിലും ഒരു ജോണർ,
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരം, ഒന്നുകിൽ അത് കവിതയായിരിക്കണം, അല്ലെങ്കിൽ അത് കഥയായിരിക്കണം, അല്ലെങ്കിൽ അത് ഡ്രാമയായിരിക്കണം, ഏതെങ്കിലും ഒരു ജോണർ റൈറ്റർ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. The form of the text reveals the writer's objectives, characters or essential ideas. അതായത് ഒരു ടെക്സ്റ്റിന്റെ ഫോം, അതായത് അത് കഥയാണോ കവിതയാണോ ഡ്രാമയാണോ എന്നുള്ളത്, അതാണ് ഫോം. ആ ഒരു ഫോമിൽ നിന്നും ആ ഒരു ഫോം റിവീൽ ചെയ്യുന്നു. ആ ഫോം നമുക്ക് എന്താണ് വെളിപ്പെടുത്തി തരുന്നത്? അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ? 3 കാര്യങ്ങളാണ്. ഒന്ന്, റൈറ്ററുടെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ എസെൻഷ്യൽ ഐഡിയാസ്, അടിസ്ഥാനപരമായിട്ടുള്ള, അതായത് അനിവാര്യമായിട്ടുള്ള ആശയങ്ങൾ, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ റൈറ്ററുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ആ ഒരു ടെക്സ്റ്റിന്റെ ഫോമിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അത് ഏത് കാറ്റഗറി ആണെന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് റൈറ്ററുടെ ഉദ്ദേശം, ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തേത്, ബേസിക് എലമെന്റ്സിൽ വരുന്ന മൂന്നാമത്തേത് സ്ട്രക്ചർ ആണ്. ഇപ്പൊ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, ഡ്രാമയായിക്കോട്ടെ, എന്തൊന്നാണെങ്കിലും ശരി, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം, അത് എത്രത്തോളം, എത്ര അളവിൽ, എത്ര വേണം, അത് എവിടൊക്കെ വരണം, അല്ലേ? ഇപ്പൊ ചിലപ്പോൾ എന്തായിരിക്കാം, അതിൽ മർമ്മം ഉണ്ടായിരിക്കാം, അതിൽ ഗൗരവം. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സെന്റിമെന്റ്സ് ഉണ്ടായിരിക്കും, കോമഡി ഉണ്ടായിരിക്കും, സ്റ്റണ്ട് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പൊ ഇതിൽ ഓരോന്നും എത്ര വേണം എന്നുള്ള ഒരു പ്രപ്പോസൽ, ഒരു അനുപാതം, അല്ലേ? ആ ഒരു അളവിൽ ചേർത്തുണ്ടാക്കുന്നതാണ് അതിന്റെ സ്ട്രക്ചർ. അപ്പൊ അതാണ് സ്ട്രക്ചർ കൊണ്ട് എന്ത് ചെയ്യണത്, ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, സ്ട്രക്ചർ ഈസ് ദ ഓർഗനൈസേഷണൽ ഫോം ഓഫ് റിട്ടൺ മെറ്റീരിയൽ. അപ്പൊ റിട്ടൺ മെറ്റീരിയലിന്റെ ഒരു ഓർഗനൈസേഷണൽ ഫോമാണ്. മീൻസ് അത് ഉണ്ടാക്കുന്ന രൂപം, അതിൽ എന്തെല്ലാം സംഭവങ്ങൾ എങ്ങനെ എവിടെയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നു, അതിൻ്റെ ആ ഒരു രൂപം, അവസാനം കിട്ടുന്ന അതിൻ്റെ ആ ഒരു രൂപമാണ് എന്ത്? സ്ട്രക്ചർ, അതിൻ്റെ ഓർഗനൈസേഷണൽ ഫോം. ഇറ്റ് ഈസ് ഓൾ എബൌട്ട്. ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അബൌട്ട് ഔട്ട്ലൈനിങ് ദി സ്ട്രക്ചർ ഓഫ് ദ ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റിന്റെ ഒരു രൂപഘടന ഉണ്ടാക്കിയെടുക്കുക. ഔട്ട്ലൈനിങ് ഓഫ് ദ ടെക്സ്റ്റ്, ഔട്ട്ലൈനിങ് ഓഫ് ദ സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഘടന, എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ വേണം, എത്രയൊക്കെ വേണം, ആ ഒരു രൂപരേഖ, ദാറ്റ് ഈസ് ഔട്ട്ലൈനിങ് ഓഫ് ദ സ്ട്രക്ചർ. അതാണ് ഈ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടു ഡെവലപ്പ് എ സ്ട്രക്ചർ, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് ദ റൈറ്റർ മസ്റ്റ് ഫസ്റ്റ് ഓർഗനൈസ് ഹിസ് മെറ്റീരിയൽ. ആദ്യം എന്ത് ചെയ്യണം? തൻ്റെ മെറ്റീരിയലിനെ റൈറ്റർ ഓർഗനൈസ് ചെയ്യണം. മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം, അല്ലേ? അതിനെ മെറ്റീരിയലിനെ ഓർഗനൈസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബൈ ഡിസൈഡിങ് ഹൗ മച്ച് ഓഫ് വാട്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ വർക്ക്. ഈ വർക്കിൽ മറ്റു എന്തെല്ലാം സാധനങ്ങൾ ഇനി ഉൾക്കൊള്ളിക്കാനുണ്ടെന്ന് തീരുമാനിക്കണം. ഇതിൽ ഇനി മറ്റൊന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? കാരണം മറ്റു പല സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലേവർ, അല്ലെ, ഇതിനൊരു ഭംഗി വരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി എന്തെല്ലാം ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് കണ്ടോ? ദാറ്റ് ഈസ് ബൈ ഡിസൈഡിങ് ഹൗ മച്ച് ഓഫ് വാട്ട് ഷുഡ് ബി, ഹൗ മച്ച്, കാരണം അളവ്, എത്ര കണ്ട്, വാട്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ വർക്ക്, ഇതിനകത്ത് എന്തെല്ലാം എത്ര അളവില് ഇൻക്ലൂഡഡ് ഇൻ ദ വർക്ക്, ഈ വർക്കിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് ഒരു സ്ട്രക്ചറിന്റെ ഔട്ട്ലൈൻ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഇൻ വാട്ട് സീക്വൻസ് ഇറ്റ് ഈസ് ടു ബി അറേഞ്ച്ഡ്. ഏത് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്രമത്തിൽ. കാരണം ഓരോ സാധനങ്ങൾ ഇപ്പൊ, അതായത് ഓരോന്ന് നൽകുകയാണെങ്കിലും അതിനൊരു സീക്വൻസ് ഉണ്ടായിരിക്കും, അല്ലേ? അതായത് എവിടൊക്കെ കൊടുക്കണം, എത്രത്തോളം കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണം, ഈ 3 കാര്യങ്ങളാണ്. ആ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ, അതാണ് ആ ഇടവേള. അപ്പൊ സീക്വൻസ്, അതുപോലെ തന്നെ എന്ത്, എത്ര കണ്ട്,
ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാട്ട് അല്ലെ. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതിന്റെ ഉത്തരമാണ് പാട്ട്. രണ്ടാമത്തേത് എത്ര പാട്ട് വേണം. അടുത്തതാണ് സീക്വൻസ് പറഞ്ഞാൽ അത് എവിടെയൊക്കെ കൊടുക്കണം. അതായത് തുടക്കത്തിലൊരു പാട്ട് വേണോ, നടുവിലൊരു പാട്ട് വേണോ, അവസാനത്തിലൊരു പാട്ട് വേണോ, ഇത്തരത്തില് ഒരു സ്ട്രക്ചർ, ഇത്തരത്തില് ഒരു രൂപമുണ്ടാക്കി എടുക്കുക. അതാണ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് സ്റ്റൈല്. നാലാമത്തേതാണ് എന്ത്? സ്റ്റൈല്. സ്റ്റൈൽ ഇൻ റൈറ്റിംഗിൽ സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ മാനർ ഇൻ വിച്ച് എ റൈറ്റർ റൈറ്റ്സ്. ഒരു റൈറ്റർ എഴുതുന്ന അയാളുടെ രീതിയാണ്. ദാറ്റ് ഈസ് സ്റ്റൈൽ. ഓരോരുത്തർക്കും ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വാക്കുകൾ തന്നെയാണ്. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സംസാര രീതിയുണ്ട്. അതെൻ്റെ ഒരു സ്റ്റൈലാണ്, എൻ്റെ ഒരു അടയാളമാണത് അല്ലേ. ഇപ്പൊ എന്ന് വിചാരിച്ച് മറ്റുള്ളവർ സംസാരിക്കാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളാണോ ഞാൻ ഉപയോഗിക്കുന്നത്? ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വാക്കുകളാണോ? അല്ല. അതായത് എല്ലാവരും ഉപയോഗിക്കുന്നത് വാക്കുകൾ തന്നെയാണ്. പക്ഷെ ഞാൻ ആ വാക്കുകൾ എൻ്റെതായ ഒരു സ്റ്റൈലിൽ ഞാൻ ഉപയോഗിക്കുമ്പോൾ അത് എൻ്റെ ഒരു ഐഡന്റിറ്റി, എൻ്റെ ഒരു അടയാളമായിട്ട് മാറുന്നു. അങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെ റൈറ്റിംഗ് സ്റ്റൈലും. എല്ലാവരും ഉപയോഗിക്കുന്നത് വാക്കുകൾ തന്നെയാണ്. Our style in writing is described as the manner in which a writer writes. It is a strategy used by a single author in his writing. അതായത് ഒരു സിംഗിൾ ഓതർ അയാളുടെ റൈറ്റിങ്ങിൽ അയാൾ ഫോളോ ചെയ്യുന്ന, അയാൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി, അയാളുടെ രീതിയാണത്. ഇത് അയാളുടെ സ്വന്തമാണ്. ഏതുപോലെ? ഇനി മാത്രമല്ല, it is a strategy used by a single author in his writing. It differs from author to author. അതായത് ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് ഓരോ ഓതറിൽ നിന്നും ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. ഇത് ഡിഫേഴ്സ് ഫ്രം ഓതർ ടു ഓതർ. ഇപ്പൊ ഏതുപോലെ? ഞാൻ സംസാരിക്കുന്ന രീതിയും മറ്റൊരാൾ സംസാരിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പൊ സംസാര രീതി ഓരോ ആളുകൾ തോറും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയാണ് റൈറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഓതേഴ്സിന്റെ റൈറ്റിംഗ് സ്റ്റൈല് ഡിഫേഴ്സ് ഫ്രം ഓതർ ടു ഓതർ. ഒരാളുടെ സ്റ്റൈല് നെക്സ്റ്റ് ഒരാൾക്ക് ഉണ്ടാവില്ല. അയാൾക്ക് അയാളുടേതായ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈൽ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ. ഇനി ഓരോരുത്തരുടെ സ്റ്റൈലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താ? ഇയാളുടെ സ്റ്റൈൽ ഇന്നതാണെന്ന് ഡിറ്റർമൈൻഡ് ബൈ സിൻടാക്സ്. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി, വേർഡ് ഓർഡർ. സിൻടാക്സ്, അതുപോലെ തന്നെ വേർഡ് ചോയ്സ്, ഉപയോഗിക്കുന്ന വാക്കുകൾ, വേർഡ് ചോയ്സ്, അതുപോലെ തന്നെ ടോണ്. ഈ 3 കാര്യങ്ങളാണ് ഒരാളുടെ സ്റ്റൈലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു റൈറ്ററുടെ സ്റ്റൈലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, നിർവചിക്കുന്നത്, നിർണയിക്കുന്നത്, തീരുമാനിക്കുന്നത് എന്താണ്? ആ ഒരു ഓതറുടെ സിൻടാക്സ്, അയാൾ വാക്കുകൾ ഉപയോഗിക്കുന്ന ക്രമം, രീതി. മറ്റൊന്ന് ചോയ്സ് ഓഫ് വേർഡ്സ്. എത്രയോ വാക്കുകളുണ്ട്, അതിൽ അയാൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ. അവസാനത്തെ ഇത് ടോണ്. പല ടോൺ ഉണ്ട്. അതിൽ ഒരു വ്യക്തി, ഒരു ഓതർ ഏത് ടോൺ തിരഞ്ഞെടുക്കുന്നുവോ ഇത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നിർണായകമാണ്. ഇനി ഇറ്റ് ഈസ് ദ ഓതേഴ്സ് തം പ്രിന്റ്. ഇത് ഒരു സ്റ്റൈൽ എന്നുള്ളത് ഒരു ഓതറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തമ്പ് പ്രിന്റ് ആണ്. അതായത് വിരലടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ അടയാളമാണത്, അയാളുടെ സൈൻ, അയാളുടെ സിഗ്നേച്ചർ ആണത്. ദാറ്റ് ഈസ് തം പ്രിന്റ്. ഏത്? അപ്പോൾ ഒരു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്റ്റൈൽ അയാളുടെ സിഗ്നേച്ചർ ആണ്. അതിലൂടെയാണ് അയാൾ അറിയപ്പെടുന്നത്. അതായത് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ലാസ്റ്റിംഗ് ഇംപ്രിന്റ് ഓൺ ദ വർക്ക്സ് വോയിസ് ആൻഡ് പേഴ്സണാലിറ്റി. ആ ഒരു വർക്കിന്റെ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ആ ഒരു വർക്കിന്റെ വോയിസ്, അത് ദാറ്റ് മീൻസ് ആ ഒരു വർക്കിന്റെ സവിശേഷത, അതിന്റെ പ്രത്യേകതയെ എന്നെന്നും അടിവരയിട്ട് കാണിക്കുന്നത്.
It is the author's thumbprint, a distinct and lasting imprint on. അതായത് ആ ഒരു വർക്കിനെ സംബന്ധിച്ചിടത്തോളം എന്നും നിലനിൽക്കുന്ന, ആ വർക്കിനെ മറ്റുള്ളവയിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് വേർതിരിക്കുന്ന ആ ഒരു വർക്കിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ആ ഒരു വർക്ക് എഴുതിയ ഓതറുടെയും ഒരു മുഖമുദ്രയാണെന്ത്, അയാളുടെ സ്റ്റൈല്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു സ്റ്റൈലിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ ബേസിക് അപ്രോച്ചസ് ടു റൈറ്റിംഗ്. രണ്ടാമത്തേത് റൈറ്റിംഗിന്റെ ബേസിക് അപ്രോച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് റൈറ്റിങ്ങിനെ സമീപിക്കേണ്ടത്, അതായത് എഴുതേണ്ടത് എങ്ങനെയാണ്. ഇനി ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, റൈറ്റിങ്ങിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ എഴുതുന്നതിന് മുൻപ് ചെയ്യണം, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്. അപ്പൊ ഇതാണ് എന്തുകൊണ്ട് ബേസിക് അപ്രോച്ചസ് ടു റൈറ്റിംഗ് പ്രോസസ്. എങ്ങനെയാണ് റൈറ്റിങ്ങിനെ സമീപിക്കേണ്ടത്. ഒരു വ്യക്തി ഓടിച്ചാടിപ്പോയി പെട്ടെന്ന് പേനയും പേപ്പർ എടുത്താൽ എഴുതാൻ പറ്റുമോ? എന്തൊക്കെയാണ് ആ ഒരു പ്രോസസ്സിന്റെ സ്റ്റെപ്സ്, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. There are some basic methods or approaches that one can follow to make the writing legible. അതായത് നമ്മളുടെ റൈറ്റിംഗ് ലെജിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തതയുള്ളത്, വായനായോഗ്യം. അപ്പൊ നമ്മൾ എഴുതുന്നത് ലെജിബിൾ, വളരെ വ്യക്തതയുള്ളതായി മാറുന്നതിന്, വളരെ ക്ലിയർ, നമ്മൾ എഴുതുന്നതിന് ക്ലാരിറ്റി ലഭിക്കുന്നതിന് വേണ്ടി ഏതൊരാളും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില മെത്തേഡുകളുണ്ട്. There are some basic methods or approaches that one can follow. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് ദ റൈറ്റിംഗ് ലെജിബിൾ. നിങ്ങളുടെ റൈറ്റിംഗ് ലെജിബിൾ ആവണോ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഏതൊക്കെയാണവ? ദേ ആർ പ്ലാനിങ് ഓർ പ്രീ റൈറ്റിംഗ്, ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഓർഗനൈസിങ്. മൂന്നാമത്തേത് റൈറ്റിംഗ് ഓർ ഡ്രാഫ്റ്റിംഗ്. നാലാമത്തേത് എഡിറ്റിംഗ്. അഞ്ചാമത്തേത് റിവൈസിങ്. ഇങ്ങനെ 5 മെത്തേഡുകൾ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഈ 5 മെത്തേഡുകളിലൂടെയും പോയി കഴിഞ്ഞാൽ, ഈ 5 മെത്തേഡുകളിലൂടെയും നമ്മൾ എഴുതുമ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എഴുത്ത് ലെജിബിൾ ആകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തതയുള്ളത്, വായിക്കാൻ പറ്റുന്നതാകും. ഇതിന്റെ ഒന്നാമത്തെ സ്റ്റേജാണ് പ്ലാനിങ് ഓർ പ്രീ റൈറ്റിംഗ്. ഫസ്റ്റ് സ്റ്റേജാണ് പ്ലാനിങ് ഓർ പ്രീ റൈറ്റിംഗ്. നോക്കൂ എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത. പ്ലാനിങ് ഓർ പ്രീ റൈറ്റിംഗ് സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പിൽ, ഒന്നാമത്തെ സ്റ്റെപ്പാണല്ലേ, ഈ സ്റ്റെപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. എന്താ ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? വെറുതെ ഇരിക്കുകയാണോ? അല്ല, ഈ സ്റ്റെപ്പിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈഡിങ് റൈറ്റിംഗ് പർപ്പസ്. ഈ സ്റ്റെപ്പിലാണ് അത് തീരുമാനിക്കേണ്ടത്. റൈറ്റിംഗ് പർപ്പസ് ആൻഡ് എയിം ഇൻ ടു കൺസിഡറേഷൻ. ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ നമ്മുടെ റൈറ്റിംഗ് പർപ്പസും നമ്മളെ എയിമും നമ്മളെ ലക്ഷ്യവും നമ്മൾ പരിഗണിക്കേണ്ടത്. കാരണം എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് തീരുമാനിക്കണം പർപ്പസ്, എന്തിനു വേണ്ടി എഴുതുന്നു, നമ്മുടെ ലക്ഷ്യം എന്താ. നമുക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല എന്ന് വെക്കാം, നമ്മൾ എഴുതണ്ട. അപ്പൊ എഴുത്ത് തുടങ്ങുന്നതിന് മുൻപ് ഒന്നാമത്തെ ഘട്ടമായിട്ട് കണ്ടോ, പ്രീ റൈറ്റിംഗ്, എഴുതുന്നതിന് മുൻപ് പ്ലാനിങ്. നമ്മൾ എഴുതാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യാണ്. എന്താ ഡിസൈഡ് ചെയ്യേണ്ടത്? പർപ്പസും എയിമും. ഇനി നോക്കൂ, ഡ്യൂറിങ് ദിസ് സ്റ്റേജ്, ഈ ഘട്ടത്തിൽ ദ റൈറ്റർ ഷുഡ് കൺസിഡർ. ഈ ഘട്ടത്തിലാണ് റൈറ്റർ കൺസിഡർ ചെയ്യേണ്ടത്. എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? ഹൂ ദെയർ റീഡേഴ്സ് വിൽ ബി. ആരാണ് നമ്മളുടെ റീഡർ? ആർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്? ഞാനിത് എഴുതി കഴിഞ്ഞാൽ ആര് വായിക്കും, അല്ലെ? ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് വ്യക്തമായ ബോധമുണ്ട് ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് ആരാണ് കേൾക്കുക, അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അവർക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? എഴുതണ്ടേ? അപ്പൊ അതുപോലെ തന്നെ ഫസ്റ്റ് ഘട്ടം എഴുത്ത് തുടങ്ങുന്നതിന് മുൻപ് റൈറ്റർ തീർച്ചയായിട്ടും ഹൂ ദെയർ റീഡേഴ്സ് വിൽ ബി, കൃത്യമായ ഉത്തരം അതിന് വേണം. അതുപോലെ തന്നെ വാട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ വർക്ക് വിൽ ബി, അതുപോലെ തന്നെ ഈ വർക്കിന്റെ, ഈ എഴുതുന്നതിന്റെ ലക്ഷ്യം എന്താ, ആർക്ക് വേണ്ടി എഴുതുന്നു, എന്തിനു വേണ്ടി എഴുതുന്നു.
പ്ലാനിങ് എഹെഡ് ഓഫ് ടൈം allows for more comprehensive thinking and organized writing. അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും പ്ലാനിങ് എഹെഡ് ഓഫ് ടൈം, അതിൻ്റെ മുൻപ് ചിന്തിക്കാം, കുറച്ച് മുൻപ് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടുള്ള ഗുണം അലോസ് ഫോർ മോർ കോംപ്രിഹെൻസീവ് തിങ്കിങ്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും ശരി, അതിൻ്റെ കുറച്ച് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കോംപ്രിഹെൻസീവായിട്ട് തിങ്ക് ചെയ്യാനും ചിന്തിക്കാനും അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് റൈറ്റിംഗ്, അതായത് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തതിന് ശേഷം എഴുതാനും നമുക്ക് പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം മിസ്റ്റേക്സ് വരില്ല, സമയം വെറുതെ പോവില്ല. അപ്പം എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും എഴുതാണെങ്കിലും എന്താണെങ്കിലും, നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന എഴുത്തിൻ്റെ കാര്യമാണെങ്കിലും വളരെ ഒരു നല്ല കാര്യമാണ് എന്ത്, പ്ലാനിങ് എഹെഡ് ഓഫ് ടൈം. അതായത് നമ്മൾ ആ കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുൻപ് ഒന്ന് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അത് എപ്പോഴും നല്ലതാണ്. കാരണം എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്തിനു വേണ്ടി ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഒരു പ്ലാനിങ് കൊണ്ട് നമുക്കുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രിഹെൻസീവ് തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ഇരുത്തി ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടും. പല വശങ്ങളും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ഓർഗനൈസ്ഡ് റൈറ്റിങ്ങിന് പറ്റും. പെട്ടെന്ന് ചാടിക്കയറി ചടുപിടുന്നതിന് എഴുതല്ലാതെ ഇത്തരം ചിന്തിച്ചിട്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓർഗനൈസ്ഡ് റൈറ്റിങ്ങിന് നമുക്ക് അവിടെ സ്കോപ്പ് ഉണ്ട്, സാധ്യത ഉണ്ട്, സമയമുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഓർഗനൈസിങ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കുറെ നേരം ചിന്തിച്ചു അല്ലെ, നമ്മൾ എന്ത് എഴുതുന്നു, ആർക്ക് വേണ്ടി എഴുതുന്നു എന്നൊക്കെ ചിന്തിച്ച് അതൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഓർഗനൈസിങ്, ഈ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർഗനൈസിങ്. അപ്പൊ ഓർഗനൈസിങ് ഇൻ ദ റൈറ്റിംഗ് പ്രോസസ്, ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ ഇൻവോൾവ്സ് സ്ട്രക്ചറിങ് യുവർ ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻ ലോജിക്കലി. അതായത് നമ്മൾ എഴുതാനിരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നമുക്കൊരു തീമൊക്കെ വേണ്ടേ അല്ലെ, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു തീം വേണമെന്ന് അല്ലേ. അപ്പൊ നമ്മൾ നേരെ തൊട്ട് മുൻപ് എന്ത് ചെയ്തു, എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എഴുതുന്നു എന്നൊക്കെ ചിന്തിച്ചു. അതിനൊക്കെ ഒരു തീരുമാനമായി. അതിനുശേഷം ചെയ്യേണ്ടത് നമ്മളുടെ തീം, അതായത് നമ്മളുടെ കൈവശമുള്ള ഇൻഫോർമേഷൻ അതുപോലെ തന്നെ ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യുക, ലോജിക്കലി യുക്തിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് സ്ട്രക്ചർ ചെയ്യുക, ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കുക, ക്രമപ്പെടുത്തിയെടുക്കുക. അപ്പൊ എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പൊ ഞാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ഒന്ന് ക്രമപ്പെടുത്തുക, ഐഡിയാസിനെ ക്രമപ്പെടുത്തുക. അത് എന്തിന്റെ അടിസ്ഥാനമാണോ ഞാൻ അവിടെ നൽകുന്നത്, അതായത് സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ ക്രമത്തിൽ ഒന്നും കൂടി ക്രമീകരിക്കാം, അല്ലെങ്കിൽ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ ക്രമത്തിൽ ഒന്നും കൂടി ചിട്ടപ്പെടുത്തുക. ഇതാണ് ഓർഗനൈസിങ് കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്, സ്ട്രക്ചറിങ് യുവർ ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻ ലോജിക്കലി. എന്തിനു വേണ്ടിയിട്ട്, ടു ക്രിയേറ്റ് എ കൊഹിറന്റ് ആൻഡ് ഇഫക്റ്റീവ് പീസ് ഓഫ് റൈറ്റിംഗ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ റൈറ്റിംഗ് ഒരു ഇഫക്റ്റീവ് പീസ് ആവുള്ളൂ, ഫലപ്രദമാവും, വായിക്കുന്നവന് ഗുണം കിട്ടും. ഇത് നമ്മൾ എന്തൊക്കെയോ എഴുതിയിരിക്കുകയാണ്, അതായത് ഒരു ക്രമമില്ല, അടുക്കില്ല, ചിട്ടിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനം കിടക്കുന്നുണ്ടാവും, ഒരു പ്രാധാന്യം ഇല്ലാത്തത് ഏറ്റവും മുകളിൽ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും അടിസ്ഥാനത്തിലാണെങ്കിൽ ഒന്നാമത് കിടക്കുന്നത് നടുവിലുണ്ട്, നടുവിൽ വേണ്ട ഏറ്റവും മുകളിലുണ്ട്, മുകളിൽ വരേണ്ടത് എവിടെ ഉണ്ട്, അടിയിലുണ്ട്, അടിയത്തെ നടുവിലുണ്ട്. ഇങ്ങനെ ആകെ ഡിസോർഡർ ആയിക്കാരം. അങ്ങനെ ഡിസോർഡർ ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് അതൊരു ഇഫക്റ്റീവ് പീസ് ഓഫ് റൈറ്റിംഗ് ആവില്ല, വായിക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടൂല. അതുപോലെ തന്നെ ടു ക്രിയേറ്റ് എ കൊഹിറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യോജിപ്പുള്ളത്, യോജിപ്പ്. കാരണം നമുക്ക് വായിക്കുമ്പോൾ അതിൽ ആശയങ്ങൾക്ക് ഒരു യോജിപ്പ് വേണം. ഈ യോജിപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, പറയേണ്ട കാര്യങ്ങൾ ക്രമത്തിൽ പറയണ്ടേ, ഒരു ഓർഡറിൽ പറയണ്ടേ. അപ്പൊ ആ ഓർഡറിൽ ക്രമീകരിച്ചുണ്ടാക്കുക. നമ്മൾ എന്ത് സംഭവമാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം പഞ്ചസാര ഇടുന്ന കാര്യമല്ലല്ലോ പറയേണ്ടത്, അതല്ലല്ലോ ക്രമം അല്ലേ. അപ്പൊ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഓർഡറിൽ പറയണ്ടേ, ആ ഓർഡറിൽ പറയാം. അതിനാണ് എന്തു പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. A writer should elaborate on the concepts created during the planning step throughout this procedure. ഈ ഒരു പ്രൊസീജിയർ, അതായത് ഓർഗനൈസിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഈ ഒരു ഘട്ടം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പിലുടനീളം, അതായത് ഇതിന്റെ മുൻപത്തെ പ്ലാനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉണ്ട്,
അല്ലെ? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പിനാണ് നമ്മൾ പ്ലാനിങ് അല്ലെങ്കിൽ പ്രീ റൈറ്റിംഗ് എന്ന് പറയാം. അപ്പൊ ഈ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പിൽ ആ ഘട്ടത്തിൽ റൈറ്റർ ക്രിയേറ്റ് ചെയ്ത കോൺസെപ്റ്റുകൾ, ആ സമയത്ത് കുറച്ച് കോൺസെപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ കോൺസെപ്റ്റുകളെ എലാബറേറ്റ് ചെയ്യാം, അതായത് വിശദീകരിക്കുന്നത് ഇവിടെയാണ്. എവിടെ? ഓർഗനൈസിങ്ങിലാണ്. അപ്പൊ അതാണ് പറയുന്നത് എ റൈറ്റർ ഷുഡ് ഇലാബറേറ്റ് ചെയ്യണം, വിശദീകരിക്കണം. എന്ത്? ഓൺ ദി കോൺസെപ്റ്റ്സ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദി പ്ലാനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഘട്ടം. അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സുകളെ ആ കോൺസെപ്റ്റുകളെ എന്ത് ചെയ്യണം? എലാബറേറ്റ് ചെയ്യണം ത്രൂ ഔട്ട് ദിസ് പ്രൊസീജിയേഴ്സ്. അതായത് ഈ പ്രൊസീജിയറിലുടനീളം, ഈ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ. അപ്പോൾ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളെ ഇലാബറേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ആ ഇലാബറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? ഒരു നിശ്ചിതമായിട്ടുള്ള ഓർഡറിലും ക്രമത്തിലൊക്കെ അത് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളുടെ റൈറ്റിംഗ് ഒരു ഇഫക്റ്റീവായിട്ട് മാറുള്ളൂ. കാരണം വായിക്കുന്നവർക്ക് മനസ്സിലാവണമെങ്കിൽ അതിനൊരു സീക്വൻസ് ഒക്കെ വേണം, അതിനൊരു ക്രമം വേണം. ഇനി അടുത്തത്, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. റൈറ്റിംഗ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് ആണ് ഈ ഘട്ടം. ഈ ഘട്ടത്തിൽ എന്താ ചെയ്യുന്നത്? എ റൈറ്റർ ഷുഡ് ക്രിയേറ്റ് എ റഫ് ഡ്രാഫ്റ്റ് ഇൻ ദ ഏർലി റൈറ്റിംഗ് സ്റ്റേജ് യൂസിങ് ദ ഐഡിയാസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദി പ്ലാനിങ് സ്റ്റെപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാനിങ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ പ്ലാനിങ് സ്റ്റെപ്പിൽ ഡെവലപ്പ് ചെയ്ത ഐഡിയാസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞല്ലേ, ആ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് റൈറ്റിങ്ങിന്റെ ഏർലി സ്റ്റേജ്, ആദ്യഘട്ടമായിട്ടുള്ള ഈ ഘട്ടത്തിൽ നമ്മളൊരു റഫ് ഡ്രാഫ്റ്റ്, ഇത് ഫൈനൽ അല്ല, ഇതിന് ഒരുപാട് മാറ്റി തിരുത്തൽ ചെയ്യും. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പിൽ നമ്മൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്? നമ്മൾ കുറച്ച് ഐഡിയാസ് അവിടെ ഡെവലപ്പ് ചെയ്തു. എന്നൊരു രണ്ടാമത്തെ സ്റ്റെപ്പിൽ വന്നിട്ട് എന്ത് ചെയ്തു? ആ ഐഡിയാസിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പില് അതേ ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? റഫ് ഡ്രാഫ്റ്റ് ആയിട്ട്. അതായത് ഇത് ഒറിജിനൽ അല്ല, ഫൈനൽ അല്ല, ഒരു റഫായിട്ട് ചെയ്യൂലേ, അങ്ങനെ ഒരു റഫ് ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ എഴുതുകയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഡ്യൂറിങ് ദി ഫസ്റ്റ് റൈറ്റിംഗ് ഫേസ്, എഴുതുന്നതിന്റെ ആദ്യ ഘട്ടമായിട്ടുള്ള ഈ ഘട്ടത്തില് ദ റൈറ്റർ മസ്റ്റ് മേർജ് പ്ലാൻഡ് ഐഡിയാസ് വിത്ത് ന്യൂ ഐഡിയാസ്. അതായത് ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും? റൈറ്റർ ഒന്നാമത്തെ ഘട്ടം ഉണ്ടല്ലോ, ആ ഘട്ടത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഐഡിയാസിനെ എന്ത് ചെയ്യും? പുതിയ ഐഡിയാസുമായിട്ട് മേർജ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുന്ന സമയത്ത് പുതിയ ആശയങ്ങൾ കിട്ടൂലേ. അതായത് ഒന്നാമത്തെ ഘട്ടത്തിൽ പ്ലാൻ ചെയ്ത് വെച്ച ഐഡിയാസ്, ആ ഐഡിയാസ് മാത്രമല്ല എഴുതുമ്പോൾ ഉപയോഗിക്കാം. ആ എഴുതുന്ന സമയത്ത് കിട്ടുന്ന പുതിയ കാര്യങ്ങളെ എന്തു ചെയ്യും? ആ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പിൽ പ്ലാൻ ചെയ്ത് വെച്ചവയുമായിട്ട് മേർജ് ചെയ്യും. മേർജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാം കേട്ടോ. പ്ലാൻഡ് ഐഡിയാസ് വിത്ത് ന്യൂ ഐഡിയാസ്. അങ്ങനെ കാണുന്ന ഐഡിയാസിനെ അങ്ങോട്ട് മേർജ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? റിമെമ്പറിങ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഡോക്യുമെന്റ്. അതായത് നമ്മുടെ ഈ ഡോക്യുമെന്റിന്റെ ലക്ഷ്യം എന്താ? ഫോളോയിങ് ആക്സെപ്റ്റബിൾ ഗ്രാമാറ്റിക്കൽ സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ ഇങ്ങനെ എഴുതുമ്പോൾ, ഇങ്ങനെ മേർജ് ചെയ്യുമ്പോൾ സ്വീകാര്യമായിട്ടുള്ള ഗ്രാമർ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. കൃത്യമായുള്ള ഗ്രാമർ ഒക്കെ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ കൺസിഡറിങ് ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ ഇത് ആരെ ലക്ഷ്യം വെച്ച് എഴുതുന്നോ, ആ എഴുതുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ആ ഓഡിയൻസിനെ കുറിച്ചുള്ള ചിന്ത വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അവരെ മറക്കരുത്. അവരെ മറന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എഴുതിയത് അവർക്ക് ഉപകാരപ്പെടില്ല. എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം എഴുതാണെന്ന് വെക്കാം, എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് കുട്ടികളാണെന്ന് വെക്കാം. ഞാൻ എന്നിട്ട് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ സ്റ്റാൻഡേർഡ് വെച്ചാണ്ട് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ എഴുതുന്ന സമയത്ത് കുട്ടികൾ എന്നുള്ള എൻ്റെ മനസ്സിൽ നിന്ന് പോയി, എന്നിട്ട് ഞാൻ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ട് എഴുതി. അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ട രീതിയിൽ അവരെ ഓഡിയൻസ് ആയിട്ടാണ് എഴുതി. പക്ഷേ യഥാർത്ഥ എൻ്റെ ഓഡിയൻസ് കുട്ടികളാണെന്ന് വെക്കാം. ഞാൻ ഈ എഴുതിയത് മാറ്റി എഴുതേണ്ടി വരും, കാരണം ഇത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എഴുതുന്ന റൈറ്റിങ്ങിന്റെ ഘട്ടത്തിൽ
3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ടാർഗറ്റ് ഓഡിയൻസിനെ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ആക്സെപ്റ്റബിൾ ഗ്രാമാറ്റിക്കൽ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്സിന്റെ പ്രശ്നം വരും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ലക്ഷ്യം എന്താ, ഇത് മറക്കരുത്. എഴുതുമ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മൈൻഡിൽ വേണം. അപ്പൊ ഇത് മൈൻഡിൽ വെച്ചുകൊണ്ട് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഐഡിയാസുമായിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് പുതിയ കാര്യങ്ങളെ മെർജ് ചെയ്തിട്ട് നമ്മളൊരു റഫ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുക. ഫൈനൽ അല്ല, അടുത്ത ഘട്ടം എഡിറ്റിംഗ്. 4-ാമത്തേത് എഡിറ്റിംഗ്. The writing method includes എഡിറ്റിംഗ്. അപ്പോൾ റൈറ്റിംഗ് മെത്തേഡിൽ വരുന്ന അടുത്ത ഘട്ടമാണ് എഡിറ്റിംഗ്. എന്താണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ? എ തറോ എക്സാമിനേഷൻ ഓഫ് ദി ഇനീഷ്യൽ വേർഷൻ. ഇനീഷ്യൽ വേർഷൻ എന്ന് പറഞ്ഞാൽ റഫ് ഡ്രാഫ്റ്റ്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയതില്ലേ, അതാണ് ഇനീഷ്യൽ വേർഷൻ, തുടക്കത്തിലുള്ളത്. ഫസ്റ്റ് റൈറ്റിംഗിന്റെ ആദ്യത്തെ ഘട്ടം, ആ ഘട്ടത്തിൽ നമ്മൾ എഴുതി ഉണ്ടാക്കിയത്. ആ എഴുതി ഉണ്ടാക്കിയതിനെയാണ് നമ്മൾ എന്തു പറയാം? ഇനീഷ്യൽ വേർഷൻ എന്ന് പറയാം. ആ ഇനീഷ്യൽ വേർഷനെ നമ്മൾ ഒരു തറോ എക്സാമിനേഷൻ, ഒരു പൂർണ്ണമായ പരിശോധന നടത്തണം. എന്താ കാരണം? അതിൽ ഒരുപാട് മിസ്റ്റേക്സ് വരാം, നമ്മളെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ വരാം. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഇനീഷ്യൽ വേർഷനെ നമ്മളൊരു തറോ എക്സാം നടത്തണം. എ റൈറ്റർ ഷുഡ് ഡബിൾ ചെക്ക് ദ ഗ്രാമർ, സ്പെല്ലിങ്, പങ്ക്ച്വേഷൻ. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പങ്ക്ച്വേഷനും സ്പെല്ലിങ്ങും ഗ്രാമറും. പിന്നെ ദ റൈറ്റർ ഷുഡ് കൺസിഡർ, പിന്നെ എന്തിനാ പരിഗണിക്കേണ്ടത്? ദ കോൺസെപ്റ്റ്സ് ആൻഡ് എയിം വേർ മെറ്റ് വിത്ത് ദ ഡിമാൻഡ്. അതായത് നമ്മൾ എത്തരത്തിലുള്ള ഏത് നിലയ്ക്കുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ എയിമാണോ നമുക്ക് അവിടെ വേണ്ടത്, ആ ഒരു നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ റൈറ്റർ കൺസിഡർ ചെയ്യണം. ദ റൈറ്റർ ഷുഡ് കൺസിഡർ ദ കോൺസെപ്റ്റ്സ് ആൻഡ് എയിം വേർ മെറ്റ് വിത്ത് ദ ഡിമാൻഡ്. നമ്മളെ ഉദ്ദേശം ഉണ്ടല്ലോ, ആ ലെവലിലേക്ക് നമ്മളെ എയിമും നമ്മളെ കോൺസെപ്റ്റും ഒക്കെ, കാരണം ഏതാണോ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ അതും പരിശോധിക്കണം. ഇനി അടുത്തത് റിവൈസിംഗ് ആണ്, അവസാനത്തെ സ്റ്റേജ്. റിവിഷൻ റിക്വയേഴ്സ്, അതായത് ചെറിയ റിവിഷൻ റിക്വയേഴ്സ്. ഈ റിവിഷൻ എന്ന് പറയുന്ന ഘട്ടം, ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. എന്താവശ്യമാണ്? ചേഞ്ചിങ് ദ വർക്ക് ഇൻ റെസ്പോൺസ് ടു ക്രിറ്റിസിസം ആൻഡ് കോംപ്രിഹെൻസീവ് റിവ്യൂ. അതായത് നമ്മൾ നടത്തിയ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ നടത്തിയ ഒരു കോംപ്രിഹെൻസീവ് റിവ്യൂവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം, വിമർശനത്തിൻ്റെയോ ഭാഗമായിട്ട് വർക്കിൽ ചേഞ്ചിങ് ആവശ്യമാവാം. അപ്പം നമ്മളെ സുഹൃത്തുക്കളോ മറ്റോ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നടത്തിയ ഒരു കോംപ്രിഹെൻസീവ് റിവ്യൂ, അതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയോ മറ്റുള്ളവരുടെയോ ക്രിറ്റിസിസം, ഇതിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ട് ഇതിനോട് പ്രതികരിക്കുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേഞ്ചിങ് ദ വർക്ക്, എവിടെ ആ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുക. ആവശ്യമാണെങ്കിൽ എങ്ങനെ മാറ്റം വരുത്തുക? ദ റൈറ്റർ ക്യാൻ ആഡ്, എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ തോന്നുകയാണെങ്കിൽ റൈറ്റർക്ക് ആഡ് ചെയ്യാം. ഓർ റിമൂവ് ദി സ്റ്റഫ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ സ്റ്റഫ് അധികം ഉണ്ട് എന്ന് കണ്ടാൽ അത് റിമൂവ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ടു ഇംപ്രൂവ് ദ ഫ്ലോ ആൻഡ് യൂസ്ഫുൾനെസ് ഓഫ് ദി ആർട്ടിക്കിൾ. നമ്മൾ എഴുതിയ ആർട്ടിക്കിളും നമ്മളുടെ വർക്ക് കൂടുതൽ ഫലപ്രദമാകുന്നതിന്, യൂസ്ഫുൾനെസ് ഫലപ്രദമാവുന്നതിനും, ആശയങ്ങളുടെ നല്ലൊരു ഫ്ലോ, നല്ലൊരു ഒഴുക്കും ഉണ്ടാകുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്റ്റഫ് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചേർത്തിട്ട് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക. ബിഫോർ ഡെലിവറിങ് എ ഫൈനൽ റിസൾട്ട്, ഫൈനൽ റിസൾട്ട് ഡെലിവർ ചെയ്യുന്നതിന് മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ്, പബ്ലിഷ് ചെയ്തിട്ട് പിന്നെ അതിൽ മാറ്റാനും തിരുത്താനും വെട്ടാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബിഫോർ ഡെലിവറിങ് എ ഫൈനൽ റിസൾട്ട്, ഫൈനൽ കോപ്പി ഔട്ട് ചെയ്യുന്നതിന് മുൻപ് ദ റൈറ്റർ ഷുഡ് ഗോ ത്രൂ ദിസ് പ്രോസസ്, ഈ പ്രോസസ് റൈറ്റർ ചെയ്യണം.
അതായത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ വായിച്ചു നോക്കല്ല ചെയ്യാം. പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് റൈറ്റർ ഷുഡ് ഗോ ത്രൂ മീൻസ് റൈറ്റർ ഷുഡ് റീഡ്. റൈറ്റർ എന്ത് ചെയ്യണം? ദിസ് പ്രോസസ്, ഈ പ്രോസസ് ചെയ്യണം, റിവൈസ് ചെയ്യുക എന്നുള്ളത്. ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് നോക്കുക, ഒന്ന് പരിശോധിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ടു കൺഫേം ദാറ്റ്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. The new ideas contributed to accomplish the goal and increase the clarity of the text. നമ്മളുടെ ടെക്സ്റ്റിന്റെ ക്ലാരിറ്റി, വ്യക്തത കൂട്ടുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയോ നമ്മൾ ആഡ് ചെയ്തത് ഐഡിയാസ് കോൺട്രിബ്യൂട്ടഡ്, നമ്മൾ അതിലേക്ക് നൽകിയ ഐഡിയാസ് ഓക്കെയാണ്, അത് സെറ്റാണെന്ന് കൺഫേം ആക്കുന്നതിന് വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് വായിക്കാം. എപ്പോ? ബിഫോർ ഡെലിവറിങ് എ ഫൈനൽ റിസൾട്ട്. ഫൈനൽ റിസൾട്ട് ഡെലിവർ ചെയ്യുന്നതിന് മുൻപ്, മീൻസ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നമ്മളുടെ ബുക്ക് ഓർ ടെക്സ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് റിവൈസ് ചെയ്യാം. കാരണം അതിനുശേഷം മറ്റുള്ളവർ പറഞ്ഞിട്ട് തിരുത്തുന്നതിനേക്കാൾ നല്ലത് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ തന്നെ തിരുത്തുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബേസിക് എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈറ്റിങ്ങിനകത്ത് എന്തെല്ലാം വരുന്നു, 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് റൈറ്റിംഗ് പ്രോസസ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, എങ്ങനെയാണ് നമ്മൾ എഴുതാൻ, ഒരു എഴുത്ത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. സാധാരണ പറയുന്ന പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.